എല്ലാവർക്കും സുന്ദര സുരഭിലമായൊരു സുപ്രഭാതം. അതെ, ഇത് കണ്ടോ, ഞാൻ നമ്മുടെ സ്വന്തം പുഴയോരത്താണേ. ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ പുഴയോരത്ത് ഇങ്ങനെ വന്ന് നിൽക്കണതിനെ വേറൊരു രഹസ്യം കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അക്കരെയാണ് എൻ്റെ വീട്, സ്വന്തം വീടേ. പക്ഷേ ഇപ്പം അവിടെ ആരും ഇല്ല കേട്ടോ. എന്നെ കാത്തിരിക്കാനും എനിക്ക് ഓടിച്ചെല്ലാനും ഒന്നും അവിടെ ആരുമില്ല. ഞാൻ നിങ്ങളെ ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ എൻ്റെ ഓർമ്മകളിൽ ഞാനിന്ന് എന്നെപ്പറ്റി പറയാവേ. എന്നുവെച്ചാൽ എൻ്റെ വീട്ടിലെ ഞാനാണ് കേട്ടോ ആദ്യത്തെ കൊച്ചുമോൾ. ആദ്യം എൻ്റെ അച്ഛനായിരുന്നു മൂത്തത് കൊണ്ട് ഞാൻ ആദ്യം ഉണ്ടായേ. അപ്പം ഇച്ചിരി ഇതൊക്കെ കൂടുതൽ നമുക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് എൻ്റെ മുത്തശ്ശി എന്നെ തറവാട്ടിൽ നിർത്തിയിട്ടാണ് വളർത്തിയതേ. അപ്പോൾ എൻ്റെ കൊച്ചിച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മകളും എല്ലാം അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് എൻ്റെ എല്ലാ സന്തോഷങ്ങളും സ്നേഹങ്ങളും എല്ലാം. താഴത്തും തലയിലും വെക്കാണ്ടാണ് കൊണ്ട് നടന്നേ. അന്ന് കൊച്ചിച്ചൻ ആർമിയിലാണ് കേട്ടോ. അപ്പം കൊച്ചിച്ചനൊക്കെ വരണം എന്ന് പറയുമ്പം നമുക്കതൊരു ഭയങ്കര ഉത്സവമാണ്. എന്നിട്ട് കൊച്ചിന് എനിക്ക് സർപ്രൈസായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരണതേ. ഡ്രസ്സാണേലും എല്ലാം അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും മുത്തശ്ശിന്ന് വീഡിയോയിലൊക്കെ പറയില്ലേ, ഞാൻ ശരിക്കും മുത്തശ്ശീനെ എൻ്റെ അമ്മയെന്നാണ് ഞാൻ മുത്തശ്ശീനെ വിളിക്കണേ. എൻ്റെ സ്വന്തം അമ്മേനെ ഞാൻ കീയ എന്നാട്ടോ വിളിക്കണേ. അതെന്താണെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം എനിക്ക് എന്താണ് ഈശ്വരാ ഞാൻ പറയണ്ടേ. അപ്പോൾ ഉണ്ടല്ലോ, പിന്നെ എൻ്റെ കൊച്ചിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് എന്നോട് അത്രക്ക് ചേർന്ന് നിൽക്കണ എൻ്റെ രണ്ടുപേരാണ്, എൻ്റെ മുത്തശ്ശിയും എൻ്റെ കൊച്ചിച്ചനും. പിന്നെ കൊച്ചിച്ചനെ നന്നായിട്ട് കവിതയൊക്കെ ചൊല്ലുവേ. മറ്റേ നമ്മുടെ അശ്വമേധം, പിന്നെ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, അതൊക്കെ എൻ്റെ കൊച്ചിന് പഠിക്കാൻ നല്ല സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സർഗത്തിലെ കൃഷ്ണകൃപാസാഗരില്ലേ, പിന്നെ അങ്ങനെ കുറേ കഥകളൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചിച്ചൻ്റെ വൈഫാണ് എൻ്റെ ബീനാമ്മയും എന്നെ അവരുടെ മക്കളെക്കാട്ടിലും കൂടുതൽ സ്നേഹവും കരുതലൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പക്ഷെ ഞാനത് അന്നൊന്നും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പോലും അങ്ങനെയൊന്നും ചെയ്യാൻ ഒരിക്കലും പറ്റിയില്ല. അതുപോലെ അവരെന്നെ കെയർ എന്തെന്നാ. കൊച്ചിച്ചൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ബീനാമ്മയായിരിക്കും കൂട്ട്. എല്ലാം വന്നിട്ട് എന്തുണ്ടെങ്കിലും പറയണത് ബീനാമ്മയുടെ ആയിരിക്കുമേ. അങ്ങനെ പിന്നെ എൻ്റെ മുത്തശ്ശീനെ പറ്റി ഞാൻ അമ്മയെന്ന് പറയാം. എൻ്റെ അമ്മേനെ പറ്റി എനിക്ക് പറയാനാണെങ്കിൽ അത് പറയാൻ എപ്പിസോഡുകളൊന്നും പോരാ. പിന്നെ ഞാനേ ഇമോഷണൽ ആകുവാണെങ്കിൽ എനിക്ക് പറയാൻ വയ്യ. ഞാൻ ഈ വീഡിയോ നിർത്തൂട്ടാ. പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് പറയാവേ. അപ്പോൾ ടാറ്റ. ഓക്കേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ.